ഡിവൈൻ എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 14ാമത്തെ വാർഷിക പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഇതൊരു ഖുർആൻ അക്കാദമിയാണോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിയാണോ? അങ്ങനെ പല നിലയ്ക്കുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്, ഇത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിയാണ്. ഈ ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്കെന്തിനും മാതൃക അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവിടുത്തെ സഹാബത്താണ്. അപ്പോൾ അവരുടെ ഒരു ജീവിതവും അവരുടെ ഒരു പഠന രീതികളും ഇസ്ലാമിനോടുള്ള അവരുടെ ഒരു നയവും സമീപനവും ഒക്കെ ഒന്ന് പുനരാവിഷ്കരിക്കാനുള്ള ഒരു വലിയൊരു പരിശ്രമത്തിലാണ് നമ്മൾ രണ്ടാളുകളിലൂടെ ഉള്ളത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദീനുമായി ഉത്ബോധനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കച്ചവടക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ജീവിത വ്യവഹാരത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്വസ്ഥമായിട്ടിരുന്നിട്ട് ദീനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, പരിശീലനങ്ങൾ, അപ്പോൾ ഈ രൂപത്തിലാണ് സ്വഹാബത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്. അല്ലാതെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞങ്ങൾ ദീൻ പഠിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് നാട്ടുകാരോട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് സമൂഹവുമായി യാതൊരു ബന്ധവുമില്ല, പ്രത്യേക ഒരു വസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ച് ഒരു ശുഭ്ര വസ്ത്രധാരികളായി സമൂഹത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവിൽ ഇന്ന് നമുക്ക് പണ്ഡിതന്മാരിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് അത് നടന്നോട്ടെ, അതിനൊന്നും വിമർശിക്കാനല്ല നമ്മളിപ്പം ഈ ഒരു പരാമർശം ഇവിടെ നടത്തുന്നത്. അത് നടന്നുകൊള്ളട്ടെ. പക്ഷെ അതിനോട് ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ദീൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചില തെളിവുകൾ അങ്ങേയറ്റം വിനയത്തോടു കൂടി നമുക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്, സാധാരണ കച്ചവടക്കാരായ ആളുകൾക്കിടയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള തൊഴിലുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും 4 ഖത്തീബന്മാർ നമുക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ ഖുർആൻ ക്ലാസ്സിൽ നിന്നും അറബി ആദ്യാക്ഷരങ്ങൾ പഠിച്ച് അങ്ങനെ തുടർന്നുള്ള പഠനങ്ങളിലൂടെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പ്രത്യേക പരിശീലനങ്ങൾ സ്വീകരിച്ചിട്ടാണ് അവർ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഡിവൈൻ എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നിലയ്ക്കുമുള്ള അധ്യാപനങ്ങളാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഡിവൈൻ ഖുർആൻ അക്കാദമിയാണ്, 2 ഡിവൈൻ സ്റ്റുഡൻസ് അക്കാദമിയാണ്, മറ്റൊന്ന് ഡിവൈൻ യൂത്ത് അക്കാദമിയാണ്, മറ്റൊന്ന് ഡിവൈൻ വുമൻസ് അക്കാദമിയാണ്. കാരണം ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഖുർആന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ വുമൻസിൻ്റെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ധാരാളം ആളുകൾ വീടുകളിൽ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനവ വിഭവശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവർക്ക് പ്രത്യേക ഒരു പഠന സംരംഭം നമ്മളിവിടെ രൂപപ്പെടുത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുകയും അങ്ങനെ അത്തരം പരിപാടിയിൽ പങ്കെടുക്കുകയും നന്നായി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും അങ്ങനെ പഠിച്ച കാര്യങ്ങളെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള നല്ല ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ ഡിവൈൻ വുമൻസ് അക്കാദമിയിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെല്ലാം ഞായറാഴ്ചകളിൽ ഇവിടെ നടക്കുന്നു. അങ്ങനെ ആ ഒരു ചർച്ചകളിലും പഠനങ്ങളിലും ഏറ്റവും ആധുനികമായിട്ടുള്ള ചർച്ചകളിലും അല്ലെങ്കിൽ കാലിക പ്രസക്തമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഏർപ്പെട്ട് നമ്മളുടെ പുതിയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയൊരു പദ്ധതിയാണ് അതിലൂടെ നമ്മൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ മറ്റുള്ള പല പ്രവർത്തനവും നടക്കും. ഇപ്പോൾ വായന എന്നുള്ളത്, ഇപ്പോൾ ഖുർആൻ ആദ്യമായി കൽപ്പിച്ചത് വായിക്കാനാണ്. അപ്പോൾ ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ ഈ ഒരു ലൈബ്രറിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡിവൈൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായന തന്നെ നിർബന്ധമാക്കിയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ നമ്മൾ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു. വിപുലമായ രൂപത്തിൽ തന്നെ
എല്ലാ അക്കാദമിയിലുമുള്ള പങ്കാളിത്തം, ഇപ്പം സ്റ്റുഡൻസ് അക്കാദമിയുടെ, യൂത്ത് അക്കാദമിയുടെ ഒക്കെ പങ്കാളിത്തത്തോടെ, വിമൻസ് അക്കാദമിയുടെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം, അത് പുറത്തു നിന്നും വന്ന വലിയൊരു ഗസ്റ്റ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു റിപ്പബ്ലിക് ഡേ സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് വളരെ നല്ലൊരു പ്രോഗ്രാമും അന്ന് നമ്മൾ നടത്തുകയുണ്ടായി. ഇങ്ങനെ കുറേയധികം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമുക്കിടയിൽ മറ്റു ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ വിഷയത്തോട് ഒരു ചോദ്യമുള്ളത്, ഇപ്പോൾ നിലവിൽ നമ്മൾ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഒരു ചോദ്യം പൊതുജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ ചോദ്യം, ഡിവൈൻ അക്കാദമിയിൽ നിന്ന് 4 ഖത്തീബന്മാരുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവെ നടക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: 15 വർഷം ഏതെങ്കിലും അറബി കോളേജിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടിറങ്ങിയ ആളുകൾ ഖുത്ബ നടത്തുന്ന നാട്ടിൽ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു ഖുത്ബ നടത്താനുള്ള ഒരു വസ്ത്രധാരണ ശൈലി ഒന്നുമില്ല, അങ്ങനെ സാധാരണക്കാരായ ആളുകൾ ഖുത്ബ നടത്തുന്നു എന്നൊരു ചെറിയ ചർച്ച വരുന്നുണ്ടായിരുന്നു. ആ ഒരു ചർച്ച എങ്ങനെയാണ് നമുക്കൊന്ന് പറയാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് എങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റും? പൊതുവെ ഒരു കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു ഖത്തീബ് എന്ന് പറയുമ്പോൾ ആളുകൾ സങ്കല്പിക്കുന്ന രൂപം, അല്ലെങ്കിൽ ഒരു 15 വർഷം ഏതെങ്കിലും ഒരു അറബി കോളേജിന്റെ സിസ്റ്റത്തിൽ പഠിച്ചിറങ്ങുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദീനി സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുക, അവർക്ക് ഖുത്ബ നടത്തുന്ന പരിശീലനം, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ കണ്ടുവച്ചിരിക്കുന്ന ശൈലിയുണ്ട്. ഈ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഡിവൈൻ അക്കാദമിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഖത്തീബന്മാർ. അവർ കച്ചവടക്കാരാണ്, അവർ മറ്റേ ഈ പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത് ഒരു രസകരമല്ലാത്ത ചില ചർച്ചകൾ ഇങ്ങനെ ആളുകൾക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും ഇപ്പം നിലവിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ? ഒരു ഖത്തീബ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അപ്പം അതിന് അനാവശ്യമായിട്ടുള്ള കുറേ സാങ്കേതികത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ, അല്ലാതെ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ദീനിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പലപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം ഖത്തീബുമാർ നടത്തുന്ന ഖുതുബകൾ കേട്ടിട്ട് ജനങ്ങളാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഖുർആനെക്കുറിച്ച് നല്ല ശരിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമായിട്ടും മറ്റുള്ള ഖത്തീബന്മാരും നമ്മുടെ ഖത്തീബന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും, അല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു ഉള്ളിൽ കഴിഞ്ഞുകൂടിയിട്ട് ഏതെങ്കിലുമൊക്കെ വായനകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്ന ആളുകളല്ല അവർ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പോൾ സഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. അവർ പൊതുമേഖലയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, പൊതുജനങ്ങൾക്കിടയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കേവലം കുറേ താത്വികമായ കുറേ ചർച്ചകൾക്കും അപ്പുറം, അല്ലെങ്കിൽ കുറേ സാഹിത്യപരമായ ചർച്ചകൾക്കും അപ്പുറം പച്ചയായ ജനജീവിതത്തെ മനസ്സിലാക്കാനും അവരെ അപഗ്രഥിക്കാനും, അങ്ങനെ അതിനുള്ളൊരു പരിഹാരം എന്നോണമാണ് നമ്മുടെ ഖത്തീബുമാരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അവരുടെ ഖുതുബ മേഖലയിൽ അത്തരം നല്ല സന്ദേശങ്ങളാണ് പകർന്ന്. അപ്പോൾ നമുക്കിടയിൽ എന്താണ്, കുറേ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ നേടി എത്ര ആളുകളുണ്ട്, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മറുചോദ്യം കൂടി നമുക്ക് ഇത്തരം ആളുകളോട് ചോദിക്കാനുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ സ്വതന്ത്രമായ വിഷയത്തെക്കുറിച്ച് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ, അതിനുള്ള യാതൊരു പരിഹാരവും കൊടുക്കാതെ പരമ്പരാഗതമായ കേവല ചർച്ചകളിലൂടെ മാത്രം അവരുടെ ചിന്തകളെയും അവരുടെ സംസാരത്തെയും ഒതുക്കി നിർത്തുന്ന ഒരു ദുരവസ്ഥയിലാണ് അൽഹംദുലില്ലാഹ് അപ്പോൾ നമുക്കിടയിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതും വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഷയം കൂടെ എനിക്കൊന്നും, ഒരു കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇപ്പോൾ ഡിവൈൻ അക്കാദമി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ചോദ്യമാണ്, ഡിവൈൻ അക്കാദമിയിലേക്ക് കടന്നു വരുന്ന സ്ത്രീ പഠിതാക്കൾ, വുമൻസ്, അവർക്ക് ക്ലാസ് എടുക്കുന്നത് പുരുഷന്മാരാണ്. രണ്ടാമത്തെ വിഷയം, അവരിലുള്ള കുറേ സ്കില്ല്, നമ്മളിപ്പോൾ പറയാം, ഓരോ വിഷയങ്ങളെ അവതരിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്ത്രീകൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നത്, അവരെന്തിനാ ഈ ഒരു മേഖല, ഇപ്പോൾ ദാവത്തിന്റെ മേഖലയിൽ സ്ത്രീകൾ കടന്നു വരേണ്ട ആവശ്യമുണ്ടോ എന്ന നിലയിൽ ഭയങ്കര ചോദ്യം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് തന്നെ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കൾ, വുമൻസ് ഒരു പരിധിയോളം അവർ അഭിമുഖീകരിക്കുന്ന വിഷയമാണ്. പൊതുജനങ്ങൾക്കിടയിൽ കേൾക്കുന്നുണ്ട്, അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ കേൾക്കുന്നുണ്ട്, അവർ ബന്ധുക്കൾക്കിടയിൽ കേൾക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആകുക,
അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ടോ? അവർ അടുക്കളയിൽ ഭർത്താവിനെയും മക്കളെയും നോക്കിയിരുന്നാൽ പോരെ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ പോരെ, ആ സമയത്ത് ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് ഒരു പരിചയം ഒരു നമ്മുടെ ക്ലാസ്സിലൊക്കെ പല ആവർത്തിയും പല സ്ത്രീകളും ഇങ്ങനെ അവരുടെ സങ്കടം പറഞ്ഞിങ്ങനെയാണ് അവർ കേൾക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചോദ്യം ഇങ്ങനെയാണ്. ഈ വീട്ടിലിരുന്നാൽ പോരെ, സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ലേ, അവരൊന്ന് ഖുർആൻ പഠിക്കാൻ പോവുക, ഖുർആൻ പഠിക്കൽ മാത്രമല്ല പഠിച്ചതിന് ശേഷം അതിനെ യൂട്യൂബിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതൊക്കെ ശരിക്കും ഇസ്ലാമിൽ വിരുദ്ധമാണെന്നുള്ള ഫത്വകൾ വരെ നമ്മുടെ ജീവിത നാട്ടിൽ പല ആളുകളും കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു സെലിബ്രേഷൻ, നമ്മുടെ ഈ സെന്ററിന്റെ ഇനാഗുറേഷൻ സമയത്ത് നമ്മൾ സ്ത്രീ ശാക്തീകരണം ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയായിരുന്നു. വുമൻസ് എംപവർമെന്റിന്റെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മുടെ നാട്ടിലെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില മെസ്സേജ് വന്നിരുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളെ പൊതുജനത്തിന് മധ്യത്തിലേക്ക് ഇറക്കി നശിപ്പിക്കുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞിട്ടാണ് ആ സമയത്ത് വാട്സപ്പ് മെസ്സേജിലൊക്കെ. അപ്പൊ ശരിക്കും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത്തരം സമീപനങ്ങൾ നമുക്ക് എങ്ങനെ, എന്നെ സംബന്ധിച്ച് നമ്മൾ ഖുർആൻ പഠിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു നിർവചനത്തെക്കാൾ നല്ലത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് ഓരോ ആളുകളും വിശദീകരിക്കാൻ കഴിയില്ല. അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഒരു ക്രൗഡിനോട് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും ഈ വിഷയത്തെക്കുറിച്ച്? അപ്പൊ എന്തായാലും നമ്മുടെ ഒരു നിലപാടുണ്ടാവല്ലോ, ഡിവൈൻ ഖുർആൻ അക്കാദമി നിലപാട്, അതിനെക്കുറിച്ച് എന്താന്ന് പറയാൻ കഴിയുക നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ? അതായത് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആൻ പഠിക്കാതെ വീട്ടിലിരുന്നാൽ ആർക്കും യാതൊരു പരാതിയില്ല. കറക്റ്റാണ്. അവർ അനങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, അവർ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ പുതിയ തലമുറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുക, ഉത്തരമറിയാതെ. നിയോ ലിബറലിസത്തിന്റെ എല്ലാവിധ വളർച്ചകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുക, ആർക്കും യാതൊരു പരാതിയില്ല. പക്ഷേ പുതുമയുള്ള ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുമ്പോഴാണ് ആളുകൾ പരാതിക്കാരായി മാറുന്നത്. ഇതൊരു പുതുമയുള്ള ഒരു സംഭവമല്ല, ഇതൊരു ആവർത്തനങ്ങൾ മാത്രമാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് പുതുമയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കുകയും പ്രത്യേകിച്ചും ഇന്നോവേഷൻ. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആധുനികമായിട്ടുള്ള ഒരു വേർഡാണല്ലോ ഇന്നോവേഷൻ എന്ന് പറയുന്നത്, നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ പ്രവാചകന്മാരും അവരുടെ നാടുകളിൽ പ്രവർത്തിച്ചത്. പക്ഷെ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവർക്കിടയിൽ നിന്നും പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളുമായിട്ട് ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താണ്? ഇത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ ശരിക്കും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇന്നോവേഷനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി, അല്ലെങ്കിൽ അവർ വയ്ക്കുന്ന ആ ലിബറൽ കാഴ്ചപ്പാടുകളെ നശിപ്പിച്ചു കളയുക എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു നയമാണ് അവിടെ ഉണ്ടായിരുന്ന അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആളുകൾ സ്വീകരിച്ചത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരം നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് മാത്രമേ വിശുദ്ധ ഖുർആനാണ്. മറ്റൊരു സംഗതി, സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ടുള്ള അധ്യാപകർ അത് പാടില്ലാത്തതാണല്ലോ. അത് പാടില്ല, അത് എന്തോ ഇസ്ലാമികമായിട്ട് വലിയൊരു തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഓരോ ആളുകളുടെയും വീട്ടിൽ കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഇന്നത്തെ കണക്ക്, ഇപ്പൊ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഒരു 10 വയസ്സിന് മുന്നേ തന്നെ പെൺകുട്ടികൾ മെച്യൂർഡ് ആകുകയാണ്, അവർ പ്രായപൂർത്തിയാകണം. അപ്പൊ ഈ കുട്ടികളെ ഇവർ സ്കൂളിലൊന്നും വിടുന്നില്ലേ? അപ്പോൾ അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോലും അധ്യാപകരുടെ മുന്നിൽ പോലും വിടാൻ യാതൊരു മടിയില്ല. അവിടെയാണ് ഖുർആൻ അധ്യാപകരുടെ മുന്നിലേക്ക് വിടാൻ ഇവർക്ക് വലിയ പ്രയാസം വരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ്. യാതൊരു യുക്തിയും ഇല്ലാതെ ഒരു കേവല അന്ധമായ വാദങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നശിപ്പിച്ചു കളയാനുള്ള ചില ഒരു പിന്തിരിപ്പ ചിന്താഗതികളുമായിട്ട് മാത്രമായിട്ട് ഇവർ മുന്നോട്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളിയിൽ മുന്നിലുണ്ടായിരുന്ന പുരുഷന്മാരായിരുന്നു, അതിൻ്റെ പിന്നിൽ കുട്ടികൾ, അതിൻ്റെ പിന്നിൽ മറയില്ലാതെ സ്ത്രീകളായിരുന്നു. ഇന്ന് നമുക്ക് അതിനിപ്പം മക്കയിലൊക്കെ പോയി കഴിഞ്ഞാലും ഈ മറ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലല്ലോ. കാരണം സ്വയം ഓരോ ആളുകളും ഒരു സ്വന്തമായിട്ട് സെൽഫായിട്ട് തന്നെ സെൽഫ് കൺട്രോൾ ഉള്ള ആളുകളായിട്ട് ഓരോ ആളുകളും മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷയത്തിൽ അങ്ങേറ്റം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ചില വാർത്തകൾ കേട്ടിട്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്കിടയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾ എന്തൊക്കെ, ഇപ്പം എക്സാം കഴിഞ്ഞു, ഈ എക്സാമിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള കാര്യം സ്ത്രീകൾ നമ്മളോട് പറയുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ തന്നെ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പടച്ചവനെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ അറിവുകൾ ആർജിക്കാൻ ഈ സ്ത്രീകളെ കൊണ്ട് സാധിക്കും. ഇന്ന് തന്നെ നമ്മൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവരുടെ കുടുംബ ജീവിതത്തിലെ പ്രായോഗികമായ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവർ അതിന് മറുപടി തരുന്നത്. അപ്പോൾ ഷഹാദത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും അവർ മറുപടി തരുന്നത് അവരുടെ പ്രായോഗികമായിട്ടുള്ള അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ സാമൂഹിക ജീവിതത്തെ മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ ഇത്രമാത്രം സ്ത്രീകൾ ഉയർന്ന് ചിന്തിച്ചു തുടങ്ങി.
അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ഫിലോസഫിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ യുക്തിഭദ്രമായ രൂപത്തിലുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ സ്ത്രീകളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മുന്നിൽ ഈ പാവങ്ങളായ ഉമ്മമാരായ സ്ത്രീകൾ നിശബ്ദരാകുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചൂളിപ്പോവുകയും ചെയ്യും. ഇന്ന് ഏത് നിയോ ലിബറലിസം എത്ര തന്ത്രപരമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നടപ്പിൽ വരുത്തിയാലും അതിനെയൊക്കെ മുളയിലേ നുള്ളാനുള്ള പ്രാപ്തിയും കഴിവും ആർജവും അറിവും നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ള വിഷയത്തിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന വുമൻസ് സ്പർധാക്കളെ അപേക്ഷിച്ച് ശരിക്കും അവരെ ഇതിനു വേണ്ടി സജ്ജമാക്കി പറഞ്ഞയക്കുന്ന അവരുടെ ഭർത്താക്കന്മാർക്കാണ് നമ്മൾ കൈകടി കൊടുക്കേണ്ടത് അല്ലെ. കറക്റ്റും എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ പരിസരത്ത് ഡിവൈൻ അക്കാദമിയുടെ പരിസരത്ത് താമസിക്കുന്നു. പക്ഷെ അത്ര സ്ത്രീകൾ താമസിക്കുമ്പോൾ പോലും ഈ ഒരു അക്കാദമിയിലേക്ക് നിർഭയത്വത്തോടുകൂടി കടന്നു ചെല്ലാനും കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഖുറാൻ പഠിച്ചോളാനുമുള്ള ഭർത്താക്കന്മാരുടെ ആഹ്വാനത്തിന് 100% ഒരു കയ്യടി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സല്യൂട്ട് കൊടുക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലെ. രണ്ടാമത്തെ വിഷയം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അക്കാദമിയിൽ ഒരു കാര്യം സോറി, അതായത് ഇപ്പം ഇവിടെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമുകളിൽ ക്ലാസ് നടക്കുന്നു, സ്ത്രീകൾ വരുന്നു പോകുന്നു. ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ് റൂമിലെല്ലാം ക്യാമറകളുണ്ട്, ക്ലാസ് റൂമിലെല്ലാം ക്യാമറയുണ്ട്, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എന്ത് തെളിവുകളും, കാരണം ഇവിടെ 100% യാതൊരു തെറ്റുകളും പ്രശ്നങ്ങളും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ ക്യാമറ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൃത്യമായ രൂപത്തിൽ അത് കൊടുക്കാനും സാധിക്കും. അപ്പം ആര് ഏത് നിമിഷം വന്ന് ചോദിച്ചാലും നമ്മൾ അത്രമാത്രം തുറന്നു വെച്ച ക്യാമറകൾക്കുള്ളിൽ നിന്നിട്ടാണ് ഇവിടുത്തെ പുരുഷന്മാരായിട്ടുള്ള അധ്യാപകർ ഈ സ്ത്രീകളോട് അത് ഇസ്ലാമികമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവകളെയൊക്കെ 100% പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ ഇവിടെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരോട് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. പ്രധാനമായിട്ട് 2 സംഗതികൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വേളകളിൽ കേൾക്കുന്നതും അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ചില വർത്തമാനങ്ങൾ എങ്ങനെയാണ്. അപ്പം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രിമാരിറ്റൽ കൗൺസിലിങ്ങുകളില്ല, പേരന്റിങ് ക്ലാസ്സുകളില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു അതോറിറ്റി നമ്മുടെ നാട്ടിലില്ല. മഹല്ലുകളുണ്ട്, വിശാലമായ സാമ്പത്തിക ഭദ്രതയുള്ള മഹല്ലുകളാണ്, എല്ലാ സൗകര്യങ്ങളുള്ള മഹല്ലുകളാണ്. പക്ഷേ ഒരു മഹല്ലിൽ നമ്മുടെ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ച് മഹല്ലുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പുരോഗമന ചിന്തകളൊന്നുമില്ല. പക്ഷേ ഒരു യാത്രയിൽ ഒരു സൗഹൃദ സംഭാഷണത്തിൽ എൻ്റെ തൊട്ടടുത്തിൽ സഞ്ചരിച്ച ആൾ പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ 100% പേരന്റിങ്ങിന് ക്ലാസ് കൊടുക്കാനും അല്ലെങ്കിൽ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് നടത്താനും എല്ലാം കഴിയുന്ന ഒരൊറ്റ സ്ഥാപനം ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ഈരാറ്റു ഡിവൈൻ അക്കാദമി എന്ന് പറഞ്ഞു. ശരിക്കും ഡിവൈൻ അക്കാദമിയുടെ ഒരു എളിയ പ്രവർത്തകർ എന്ന നിലയിൽ ഉള്ളിൽ ഒരു 10,000 പ്രാവശ്യങ്ങളും അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടുണ്ട്. കാരണം ഡിവൈൻ അക്കാദമിയിൽ നിന്ന് അങ്ങനെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ചെയ്ത സന്ദർഭമാണ്. രണ്ടാമതൊരു സന്ദർഭം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ നമ്മുടെ സ്പാർക്ക്, അതായത് കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത സ്പാർക്ക് എന്ന് പറയപ്പെടുന്ന ഒരു ടീം, ഒരു ഡിബിങ്ങിന്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ ഡിവൈൻ അക്കാദമി ചാരിറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇപ്പം നമ്മൾ ഷാനവാസ് എന്ന് പറയപ്പെടുന്ന ഒരാളെ ഇതിൻ്റെ ഇൻചാർജായിട്ട് നിയോഗിച്ചു. അയാൾ അതിൻ്റെ പ്രവർത്തനം വളരെ സുതാര്യമായിട്ട് പ്രവർത്തനമൊക്കെ നടത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചാരിറ്റിയോട് ബന്ധപ്പെടുന്ന സമയത്ത് ആവശ്യക്കാർ വിളിക്കുന്നു, അവർക്ക് ഫണ്ട് കൊടുക്കുന്നു, ആവശ്യക്കാർ വിളിക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ മുഴുവനൊരു കണക്ക് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഷാനവാസോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഷാനവാസ് തന്നെ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെയുള്ള കാലയളവിൽ 9 ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 9 ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതിൽ ഏകദേശം 150ഓളം ഭക്ഷണ കിറ്റുകൾ തന്നെ പോയിരിക്കുന്നത്. പിന്നെ ഒരു 4-5 ലക്ഷത്തോളം രൂപ ചികിത്സാ സഹായം തന്നെ പോയിട്ടുണ്ട്. പറച്ച കബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ സമൂഹത്തിലെ നാനാവിധ മേഖലകളിലേക്ക് നമ്മുടെ ചാരിറ്റി ഫണ്ട് വരിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വെറുമൊരു ഖുർആൻ പഠനമല്ല ഡിവൈൻ അക്കാദമി ലക്ഷ്യം വെക്കുന്നത്. ശരിക്കും ഡിവൈൻ അക്കാദമി ലക്ഷ്യം വെക്കുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറ വളർത്തിയെടുക്കലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഡിവൈൻ അക്കാദമിയിലുള്ള യൂത്ത് വിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവരെ മാതൃകയാക്കുന്ന സ്റ്റുഡൻസ് വിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും, സ്റ്റുഡൻസ് വിങ്ങിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ കൃത്യമായ മാതൃകയായിട്ട് യൂത്ത് വിങ് ഉണ്ട്. ഇപ്പോൾ യൂത്ത് വിങ് നടത്തുന്ന ഈ പറഞ്ഞ ഈദ് പുടവ പോലുള്ള സംവിധാനങ്ങൾ, അതുമല്ലെങ്കിൽ ഈ ചാരിറ്റിയുടെ പോലെ സജീവ പ്രവർത്തനങ്ങൾ, സകാത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വലിയ പ്രവർത്തന മേഖലയിൽ ഇവരൊക്കെ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച് വായിച്ച് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച് കേട്ടപ്പോൾ
മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷത്തേക്കാൾ ഉപരിയായിട്ട് അള്ളാഹുവിനോട് ഭയങ്കര ശുക്ർ തോന്നി. കാരണം എന്താ പറയുക, നമ്മൾ ചെറിയൊരു കൂട്ടായ്മ, നമ്മൾ ചെറിയൊരു കൂട്ടായ്മയുടെ ഉള്ളിൽ നിന്ന് ഒരു വർഷം 9 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെക്കാളൊക്കെ സാമ്പത്തിക സുസ്ഥിരതയുള്ള വലിയ മേഖലകൾക്ക് എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അപ്പം ഞാൻ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സന്ദർഭങ്ങളിൽ കോൾ വരും. അപ്പം ഞാൻ കോൾ വിളിക്കുന്ന ആൾ ഞാൻ പറയുന്നത്, ഞാൻ സമ്പന്നനല്ല, ഒരു അക്കാദമിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഒന്നുകിൽ അത് ഒരു പക്ഷേ ഹോസ്പിറ്റൽ കേസ് ആവാം, അല്ലെങ്കിൽ ഭക്ഷണ കിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാവാം, അതുമല്ലെങ്കിൽ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട സംഗതി എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം വിളിക്കുന്ന ആൾക്ക് പ്രതീക്ഷയുണ്ട് ഡിവൈൻ അക്കാദമിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറൊന്നുമില്ല, സംഘടനകൾ നോക്കാറില്ല. കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം വന്നൊരു ഹൈന്ദവ സഹോദരി അവരുടെ കുഞ്ഞിന്റെ കിഡ്നി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചികിത്സാ സഹായം വിളിച്ചു ചോദിച്ചിരുന്നു. നമ്മുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ചെറിയൊരു എമൗണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനേക്കാൾ കഴിഞ്ഞൊരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു എക്സ്പീരിയൻസ് വെച്ചാൽ അറിയാം, നമുക്കറിയാം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒരുപാട് സമ്പന്നർ ജീവിക്കുന്ന നാട്ടിൽ, വലിയ മഹല്ലുകളൊക്കെ പ്രവർത്തിക്കുന്ന നാട്ടിൽ ഒരു കോൾ വരെ എനിക്ക് ഇങ്ങനെയാണ് പേര് വിളിച്ചിട്ടാണ് അവർ പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസം വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്. പട്ടിണി കൂടിയത് കൊണ്ട് ഭാര്യ പോലും എന്നെ എനിക്ക് വേണ്ട വില കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക്, മക്കൾ പോലും ഉപ്പയ്ക്ക് പണിക്ക് പോയാൽ എന്താണെന്ന് ചോദിച്ചു തുടങ്ങി. പക്ഷേ ജോലി ഇല്ലാത്തൊരവസ്ഥ ഞാൻ പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്ത് ഞാനൊരു കട വിളിച്ച് ഏൽപ്പിക്കാം, ഞാൻ തന്നു നിങ്ങൾ മാത്രം അറിയാവുള്ളൂ, വേറെ ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു പരിചയത്തിലൊരു കട വിളിച്ച് ഏൽപ്പിച്ചു. ഒരു സാധനം പുറത്തിറക്കി വെച്ചു. ഇയാൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയി ആ സാധനം വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു കിറ്റായിരുന്നു. അന്ന് രാത്രി ആളെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞത്, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, നിങ്ങളുടെ സ്ഥാപനം ദിനം പ്രതി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് വലിയ സഹായമാണ് ഈ സ്ഥാപനം. കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെ മുമ്പിൽ എൻ്റെ ഇജ്ജത്ത് എനിക്ക് തിരിച്ചു കിട്ടി. കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ പോലെ കിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹക്ക് പറഞ്ഞാൽ വല്ലാഹി ശരിക്കും കണ്ണു നിറഞ്ഞു. കാരണം വെച്ചാൽ നമുക്ക് മക്കളുണ്ടെന്ന് മാത്രമല്ല, ഈ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇജ്ജത്ത് മക്കൾ പോലും ചോദ്യം ചെയ്യുക, ഭാര്യ പോലും വിലയില്ലാതാക്കി കളയുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എത്രത്തോളം അസ്വസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവുന്ന ആലോചിച്ച് നോക്കി. അപ്പം അത് വെച്ച് നോക്കുമ്പം ഡിവൈൻ അക്കാദമിയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി വിങ് അത് 100% പടച്ചോന്റെ കബൂലത്ത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പം ഈ 2 സംഗതികൾ അയാളെടുത്തിനെ ഉദ്ധരിച്ചപ്പോൾ ശരിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നി. ഒപ്പം തന്നെ ഓരോ പ്രാർത്ഥന വേളകളിലും റൂഹ് പോകുന്നവരെയും ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും അവരുടെ ആ ഒരു തുറന്ന മനസ്സും വിശാലതയും കാണുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ പഠിച്ചവൻ കുറെ ആളുകളെ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ട് പലപ്പോഴും നമ്മൾ പറയാനുള്ള ഒരു വിഷയമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കെന്ന് പറയുന്നത്, ഈരാറ്റുപേട്ടയിൽ വലിയൊരു സംഘടനക്കാരൻ പറയുന്നറിയോ, അള്ളാഹു അദ്ദേഹത്തിന്റെ ചിന്ത വിശാലമാക്കി കൊടുക്കട്ടെ. വിശാല ചിന്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, ഡിവൈൻ അക്കാദമിയുടെ കയ്യിലുള്ളതുപോലെ അത്രയും വിധേയത്വം, അത് അധ്യാപകരോട് ഇഷ്ടമുള്ള എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പറ്റം ടീം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈരാറ്റുപേട്ട ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അഹങ്കാരം പ്രകടിപ്പിക്കാൻ പോയൊന്നുമില്ല. നമ്മൾ പറയും ഇത്രയേ ഉള്ളൂ, ഇപ്പം ഞാനാണെങ്കിലും സാറാണെങ്കിലും അവരിൽ ഒരാളായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ആവശ്യം വന്നാൽ ഞങ്ങളുണ്ടാവും, ഞങ്ങൾക്കൊരു ആവശ്യം അവരും ഉണ്ടാവും. അപ്പോൾ ഇത്ര പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് ഈരാറ്റുപേട്ട 10-25 വർഷമായി ഈ ദീനി ദാവത്ത് ഇറങ്ങിയിട്ട്. പക്ഷേ ഒരു അച്ചടക്കമുള്ള ഒരു ടീം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഡിവൈന് വലിയൊരു അസറ്റാണ് അയാൾ പറഞ്ഞു. അത് വലിയ തൗഫീഖ, ഇത്രയും അച്ചടക്കമുള്ള ഒരു ടീം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണത്. അത് പലപ്പോഴും എന്താ അറിയോ, എല്ലാവരും ഒരു ചർച്ചയിലൊക്കെ വരുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു അധ്യാപനത്തെ ഇത്രമാത്രം വിശാല മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു ജനത എന്ന് പറഞ്ഞാൽ അതും യൂത്താണ്, യുവസമൂഹമാണെന്ന് വിചാരിച്ചോളൂ. എന്തൊക്കെ വൈകാരികമായ ഈ വേലിയേറ്റങ്ങൾക്കിടയിലെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആളുകൾ നല്ലത് പറയുമ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള താല്പര്യം ആർക്കും ഇല്ലാത്തത്. പക്ഷെ അതേ സമയത്ത് ഖുറാനികമായ ആ ഒരു പഠനം എത്രമാത്രം അവരുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണല്ലോ ഞങ്ങൾക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ തന്നെ കുടുംബവും പശ്ചാത്തലവും എല്ലാം ഉള്ള ആളുകളാണ്, സാമ്പത്തിക പ്രതിസന്ധിയുള്ള അതിനിടയിൽ നിന്ന് വന്നിട്ടാണ് അവരുടെ പ്രതിസന്ധികളും മറന്നിട്ട് ഈ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ പലപ്പോഴും ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളതിനെ അതിലേക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ കണക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. നമ്മൾ കാര്യമായിട്ട് അന്വേഷിക്കുന്നവരുമില്ല. അപ്പൊ അത് വലിയൊരു തൗഫീഖാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്നറിയോ,
ഈ അക്കാദമിയിലെ ഇപ്പം ആണുങ്ങളെ പോലെ തന്നെ അത്രമാത്രം നമ്മൾ വേർതിരിച്ച് പറയുന്നതല്ല, എത്രത്തോളം ആണുങ്ങൾ നന്മകൾ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നുണ്ടോ എനിക്കൊന്നും അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് സ്ത്രീകളെ ആളുകൾ. കാരണം ഈ ചാരിറ്റി വിഷയത്തിൽ നമ്മൾ ജസ്റ്റ് അവരുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഇൻഫോം ചെയ്തു, അവർക്ക് ചാരിറ്റിയിൽ പങ്കാളികളാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു. പക്ഷേ സ്ത്രീകൾ അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ. അവർ പറഞ്ഞതാണ് വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറിയ മോണ്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും 100% ഓരോ ക്ലാസ് ബേസ് ചെയ്തും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചൊക്കെ ഈ ചാരിറ്റിയിൽ അവരുടെ പങ്കാളിത്തം ഭയങ്കര വലുതാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തണമെന്നും പറഞ്ഞപ്പോൾ അവർ രംഗത്ത് പാവങ്ങളായ ആളുകളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്കും ഇറങ്ങി ചെല്ലണം, അത് ആണുങ്ങൾക്ക് മാത്രം ഉള്ളതല്ല എന്ന് കൂടെ, അത് എന്തൊരു ആത്മാർത്ഥതയാണ് നമ്മളൊന്ന് നോക്കിക്കോണം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു വലിയ ഫീലിംഗ്. കാരണം സ്ത്രീകളെ കുറ്റം പറയുന്നുണ്ട്, സ്ത്രീകൾ പോകാൻ പാടില്ല, സ്ത്രീകൾ കൂട്ടായ്മയിൽ അംഗമാകാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് ഈരാറ്റുപേട്ടയിൽ അള്ളാഹുവിന്റെ വലിയ ഫضലുകൊണ്ട് ഡിവൈൻ അക്കാദമിയിൽ ഉള്ളതുപോലെയുള്ള സ്ത്രീ സാന്നിധ്യം, എല്ലാവരും സ്ത്രീ എംപവർമെന്റ്, വുമൻസ് എംപവർമെന്റ് എന്നൊക്കെ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും ഇത്ര സ്ത്രീ ഒരു കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, അല്ലെ? ശരിക്കും ചാരിറ്റി വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റേത് വിഷയം, പഠന വിഷയങ്ങളിൽ, പാഠ്യേതര വിഷയങ്ങളിൽ ഇവർ കാണിക്കുന്ന മികവ്, ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത. ഇപ്പൊ നമ്മൾ പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരുപക്ഷെ എന്താ പറയുക, ഒരു 15 വർഷമൊക്കെ ഒരു അധ്യാപനം നടത്തുന്ന ഒരു വലിയൊരു പണ്ഡിതന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഷഹാദയെ കുറിച്ച് കേട്ടതുപോലെയാണ് ഇന്നത്തെ അവരെ കുറിച്ച്, അവർ കൺസെപ്റ്റ്, റബ്ബിനെ കുറിച്ചൊരു കൺസെപ്റ്റ്, ഇബാദത്തിനെ കുറിച്ചുള്ള അവർ നിർവചനം കേട്ടപ്പോൾ ശരിക്കും ഞാൻ ആലോചിച്ചത്, അള്ളാഹു നേരത്തെ നമ്മുടെ ഉമ്മത്തിലെ ഓരോ സ്ത്രീകൾക്കും ഈ ഷഹാദ വിഷയം കിട്ടുകയാണെങ്കിൽ 100% ഒരു സെപ്പറേറ്റ് ഒരു പാരന്റിങ്ങിന്റെ ആവശ്യമില്ലാത്ത ലെവലിൽ കുടുംബം സക്സസ് ആയി പോയനെ. ശരിക്കും അല്ലെ? നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോ ആളുകളും റബ്ബിനോട് സമാധാനം പറയേണ്ട വിഷയമാണ്. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആരുടെയും കഴിവല്ല, അനുഭവിക്കാനുള്ള വലിയൊരു അവസരം പടച്ചവൻ നമുക്ക് തരുമ്പോൾ നമ്മൾ അവിടെ ശരിക്കും ഈ നന്മകളെ ഉൾക്കൊള്ളാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള, പുതിയ കാഴ്ചപ്പാടുമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്ന, അല്ലെങ്കിൽ ഇന്നോവേഷനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള നല്ല ഉയർന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ നമുക്കിടയിലുള്ളപ്പോൾ ഈ പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളുടെ ഈ പാഴ്വാക്കുകളെ നമ്മൾ പുറംകാലം കൊണ്ട് തട്ടിയെറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളത് അവഗണിച്ചേക്കുക. കാരണം അതെങ്ങാനും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം അബദ്ധജടിലമായിട്ടുള്ള അന്ധമായ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യുക, യാതൊരു വിലയും കൽപ്പിക്കാതെ പതുക്കെ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയാൻ മാത്രമേ ഡിവൈൻ ഈ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഓരോ പ്രവർത്തകർക്കും സാധിക്കുകയുള്ളൂ. അതാണ് നമുക്ക് ലാസ്റ്റ് ഒറ്റ ചർച്ച നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം ജനങ്ങൾക്ക് നമ്മൾ അറിയണമല്ലോ, ചില ആളുകളുടെ ചോദ്യം ഡിവൈൻ അക്കാദമിയിൽ അൻസർ സാറാണോ വലുത്, നൂർ ഉസ്താദാണോ വലുതെന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കുന്ന ആളുകൾ നമ്മൾ ഒറ്റ ഉത്തരം പറയുള്ളൂ, ഇവിടെ ചെറുത് വലുതൊന്നുമില്ല. ഇവിടെ സാറ് ഞാൻ ഒന്നിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്ട്രെങ്ത് ഒന്നും രണ്ടായി നിന്ന് കിട്ടത്തില്ല. പല സംഘടനകളും നല്ല പവർഫുൾ ആയി നല്ല സ്ട്രെങ്ത് ആയിട്ട് കയറി വരുന്ന സമയത്ത് അവർ അധികാരമോഹങ്ങാനും കണ്ടറിയോ. ഇപ്പം പല വിഷയങ്ങളെ കുറിച്ചും പല ആളുകൾ നമ്മളോട് കൊണ്ട് ഇങ്ങനെ പറയും, സാറിനോട്, അപ്പം അഫ്സൽ ഉസ്താദിനോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, അൽഹംദുലില്ലാഹ് അഫ്സൽ ഉസ്താദ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ സാറിനോട് ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ അൽഹംദുലില്ലാഹ് എന്നുള്ള രൂപത്തിൽ പരസ്പരം സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകും. അതും എല്ലാം എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലില്ലാഹി തആല എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാട്. ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, നമ്മളുടെ നിയ്യത്ത് എപ്പോഴാണോ തെറ്റുന്നത് ആ നിമിഷം ഈ ഒരു പ്രവർത്തനം അവസാനിപ്പിച്ച് ഇറങ്ങി പോകലാണ് നമുക്ക് രണ്ടുപേർക്ക് അഭികാമ്യമെന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മുടെ പഠിതാക്കളും നമ്മുടെ ഡിവൈൻ്റെ ആളുകളും ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ സമ്പന്നരായ ആളുകൾക്ക് പ്രത്യേക പരിഗണനയില്ല. ഏറ്റവും ആക്റ്റീവായ രൂപത്തിൽ സ്വന്തം കഴിവിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തയ്യാറുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു വ്യക്തി, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർക്കാണ് ഒന്നാം സ്ഥാനം നമ്മൾ പരിഗണിച്ച് കൊടുക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയും ദീനിൻ്റെ ഉത്തമമായൊരു കാഴ്ചപ്പാടുമാണ്. ആ ഒരു കാഴ്ചപ്പാട് അൽഹംദുലില്ലാഹ് നിലനിർത്താൻ നമ്മൾ അങ്ങേയറ്റം നമ്മളുടെ എല്ലാ ശേഷികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലനിർത്താൻ തയ്യാറാകുന്ന കാലത്തോളം ഇൻഷാ അള്ളാഹ് ഇതിലൂടെ വലിയൊരു മാറ്റമാണ്, വിപ്ലവമാണ് ഇൻഷാ അള്ളാഹ് ഈ സ്ത്രീ പുരുഷന്മാരിലൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് ഉണ്ടാക്കുക. എന്നാണോ നമ്മൾ അതിൽ നിന്നും മാറുന്നത്, അതായത് സമ്പന്നരായ ആളുകൾക്ക് അതായത് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്ന ഒരു കാലത്ത് ഈ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇതിൽ നിന്നും പിന്തിരിയുക എന്നുള്ള ഒരൊറ്റ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനം ഉൾക്കൊള്ളേണ്ടത്. നമ്മളിപ്പം അത്യാവശ്യം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്, 14 വർഷമായിട്ട് നമ്മൾ ഖുർആന്റെ ഫീൽഡിൽ പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് 14 വർഷം നമ്മൾ പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിലും മുമ്പിലേക്കുന്ന പല പഠിതാക്കളാണെങ്കിലും അത്ര തന്നെ വർഷം ഖുർആന്റെ മേഖലയിൽ പഴകിയ ആളുകളാണ്. ശരി, കാരണം പഴകിയ ആളുകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഖുർആനും ഹദീസിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തലമുറ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക.
അതിന് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യുന്ന പഠിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകരും ഉള്ളിടത്തോളം കാലഘട്ടം എനിക്ക് തോന്നുന്നത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും തന്നെയാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, കുറച്ച് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരോടും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.